നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ വ്യക്തിഗത നികുതി ബിൽ പരസ്യമായി പ്രസിദ്ധീകരിക്കാനുള്ള ചരിത്രപരമായ തീരുമാനവുമായി ചാൾസ് രാജാവ്. ഒരു രാഷ്ട്രതലവൻ വ്യക്തിഗത നികുതി ബില്ല് പ്രസിദ്ധീകരിക്കുന്നത് UK ചരിത്രത്തിൽ ആദ്യം. നികുതി ബിൽ പരസ്യമാക്കുന്നതിലൂടെ രാജകുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയും ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ബക്കിംഗ്ഹാം കൊട്ടാരം ലക്ഷ്യമിടുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള രാജാവിന്റെ മൊത്തം വ്യക്തിഗത നികുതി വിവരങ്ങളാണ് ആദ്യമായി പുറത്തുവിടുന്നത്. UK വീണ്ടും യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്ന നിലപാട് ശക്തമാകുന്നു. യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് നടത്തിയ പുതിയ സർവേയിൽ യൂറോപ്യൻ യൂണിയൻ പൗരന്മാരിൽ 2 പേരും UK വീണ്ടും EUയിൽ ചേരുന്നത് പിന്തുണയ്ക്കുന്നു. UK വീണ്ടും EUയിൽ ചേരുന്നതിന് ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ 59% പേരും നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള 75% പേരും പിന്തുണയ്ക്കുന്നു. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും ജീവിത ചെലവിനെയും ബ്രെക്സിറ്റ് ദോഷകരമായി ബാധിച്ചു എന്ന് ഭൂരിഭാഗം UK വോട്ടർമാർ വിശ്വസിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും 60 ദിവസത്തെ ചർച്ചാ കാലയളവിന് ശേഷം സേവന ഫീസ് ഈടാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 60 ദിവസത്തെ കാലാവധി അവസാനിച്ചതിനു ശേഷം യാതൊരു ടോളും ഉണ്ടാകില്ല എന്നും കരാർ നടപ്പാക്കാതെ പോയാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയ സുരക്ഷാ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി US തന്നെ ഫീസ് ഈടാക്കുമെന്നും ട്രംപിന്റെ വക മുന്നറിയിപ്പ്. അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ഇറാൻ US അന്തിമ കരാറിനായുള്ള ആദ്യഘട്ട ചർച്ച സ്വിറ്റ്സർലൻഡിൽ നടക്കും. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സംഘവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അടക്കമുള്ളവരും സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14 ഇന ഇടക്കാല കരാറിനെ ഒരു ശാശ്വത സമാധാന ഉടമ്പടിയാക്കി മാറ്റാനാണ് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രിയും ലക്ഷ്യമിടുന്നത്. രണ്ടാം ലോക യുദ്ധകാലത്തെ കൂട്ടക്കൊലകളെ ചൊല്ലി സഖ്യകക്ഷികളായ പോളണ്ടും ഉക്രൈനും തമ്മിലുള്ള നയതന്ത്ര തർക്കം രൂക്ഷമാകുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് നൽകിയ പോളണ്ടിന്റെ പരമോന്നത ബഹുമതി പിൻവലിച്ചത് പ്രതിഷേധിച്ച് ഉക്രൈനിലെ പ്രമുഖ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ലഭിച്ച പോളിഷ് പുരസ്കാരങ്ങൾ കൂട്ടത്തോടെ തിരികെ നൽകും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആന്ദ്രേ സിബിക, രഹസ്യാന്വേഷണ വിഭാഗം മേധാവി കിറില്ലോ ബുഡ്നാവോ, പോളണ്ടിലെ ഉക്രൈൻ സ്ഥാനപതി വാസിൽ ബോദ്നർ എന്നിവരാണ് തങ്ങൾക്ക് ലഭിച്ച പോളിഷ് ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത വിദ്യാർത്ഥികൾക്ക് വീഡിയോ കോൾ വന്നതിൽ അന്വേഷണം തുടങ്ങി. ചോദ്യപേപ്പർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 30,000 രൂപ ആവശ്യപ്പെട്ട സംഭവത്തിൽ അജ്മീർ സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് നടപടി മുൻ DAV കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റും ABVP പ്രവർത്തകനുമായ കൃഷ്ണ സിംഗ് താക്കൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സംഘത്തെ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതായും അഡീഷണൽ SP. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തെ തുടർന്ന് SIT അന്വേഷണം നടക്കുന്നതിനിടെ സംഭാവനയായി ലഭിച്ച 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ രേഖകളില്ല എന്ന് കണ്ടെത്തൽ. കാണാതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ജുവലേഴ്സ് അസോസിയേഷൻ സംഘടന രാംലല്ലയ്ക്ക് സമർപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് രാംലല്ലയ്ക്ക് ലഭിക്കുന്ന ആഭരണങ്ങളുടെ മേൽനോട്ട് ചുമതലയുള്ള കൃഷ്ണദേവ് തിവാരി ഉൾപ്പെടെ 4 പുരോഹിതന്മാരെ SIT സംഘം ചോദ്യം ചെയ്തു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തുന്നത് ചർച്ചയില്ലാതെ നടപ്പിലാക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ച എക്സൈസ് മന്ത്രി M. ലിജു. വിഷയത്തിൽ വിശദമായ ചർച്ചകൾ വേണമെന്ന നിലപാടിൽ മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം സമൂഹത്തിൽ ഉണ്ടാവുന്ന സ്വാധീനത്തെക്കുറിച്ച് വിവിധ തലങ്ങളിൽ വിശദമായ ചർച്ചകൾ ആവശ്യമാണെന്ന് മന്ത്രി. LDF മുന്നോട്ട് വെച്ച മദ്യനയ ശുപാർശകൾ കൃത്യമായ മുൻഗണനകളും പരിശോധനകളും ഇല്ലാതെ പെട്ടെന്ന് നടപ്പിലാക്കാനാകില്ല എന്നും എക്സൈസ് വകുപ്പ്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. രഞ്ജിത്ത് കുറ്റക്കാരനാണെന്നും ഇയാൾക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്നും അന്വേഷണ സംഘം. കുറ്റപത്രം സമർപ്പിച്ചത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ. രഞ്ജിത്തിനെതിരെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ട് എന്ന് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. സിനിമയിൽ കൂടുതൽ പ്രാധാന്യമുള്ള റോളുകൾ നൽകാമെന്ന് പറഞ്ഞ് കാരവാനിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി. വാർത്തകൾ വിശദമായി. UK ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രത്തലവൻ തന്റെ വ്യക്തിഗത നികുതി ബിൽ പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചാൾസ് രാജാവാണ് ചരിത്രപരമായ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. രാജകുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തതയും ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള അവസരവും ഒരുക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ ബക്കിംഗ്ഹാം കൊട്ടാരം ലക്ഷ്യമിടുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള രാജാവിന്റെ മൊത്തം വ്യക്തിഗത നികുതി വിവരങ്ങളാണ് ആദ്യമായി പുറത്തുവിടുന്നത്. അടുത്ത വർഷം 2025-26 വർഷത്തെ ഓഡിറ്റ് പൂർത്തിയാകുമ്പോൾ അതിലെ വിവരങ്ങളും പ്രസിദ്ധീകരിക്കും. ബ്രിട്ടീഷ് നിയമപ്രകാരം രാജാവിന് ആദായ നികുതിയോ മറ്റ് നികുതികളോ നൽകാൻ നിയമപരമായ ബാധ്യതയില്ല. എന്നാൽ 2023 റോയൽ ടാക്സേഷൻ ധാരണാപത്രം അനുസരിച്ച് ചാൾസ് രാജാവ് തന്റെ സ്വകാര്യ വരുമാനത്തിന് സ്വമേധയാ ആദായ നികുതിയിലും മൂലധന നേട്ട നികുതിയും അടയ്ക്കുന്നുണ്ട്. ഈ വിവരങ്ങളാണ് ഇപ്പോൾ പരസ്യമാക്കുന്നത്. ഡച്ച് ഓഫ് ലങ്കാസ്റ്റർ എസ്റ്റേറ്റിൽ നിന്നുള്ള
വാർഷിക വരുമാനം. സ്വകാര്യ നിക്ഷേപങ്ങൾ, ബാൽമോറൽ, സാൻഡ്രിങ്ഹാം തുടങ്ങിയ സ്വകാര്യ എസ്റ്റേറ്റുകളിൽ നിന്നുള്ള വരുമാനം എന്നിവയാണ് രാജാവിന്റെ പ്രധാന സ്വകാര്യ വരുമാന സ്രോതസ്സുകൾ. ചാൾസ് രാജാവ് തന്റെ നികുതി വിവരങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകുമ്പോൾ സിംഹാസനത്തിന്റെ അടുത്ത അവകാശിയായ വെയിൽസ് രാജകുമാരൻ താൻ കോൺവാൾ ഡച്ചിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന് എത്ര തുക നികുതി അടയ്ക്കുന്നുണ്ട് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻ നടത്തിയ പുതിയ സർവേയിൽ യൂറോപ്യൻ യൂണിയൻ പൗരന്മാരിൽ 2/3 പേരും UK വീണ്ടും EUയിൽ ചേരുന്നതിനെ പിന്തുണയ്ക്കുന്നതായി കണ്ടെത്തി. UK വീണ്ടും EUയിൽ ചേരുന്നതിന് ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലെ 59% പേരും നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിലെ 75% ഉയർന്ന നിരക്കിലുള്ള ജനങ്ങളും പിന്തുണ അറിയിക്കുന്നുണ്ട്. പോളണ്ടിലെ കോൺഫെഡറേഷൻ, ജർമ്മനിയിലെ AFD, ഫ്രാൻസിലെ നാഷണൽ റാലി തുടങ്ങിയ യൂറോപ്യൻ യൂണിയൻ വിമർശകരായ തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ വോട്ടർമാരിൽ ഭൂരിഭാഗവും UKയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിനെ അനുകൂലിക്കുന്നു. ബ്രെക്സിറ്റ് റഫറണ്ടത്തിന് 10 വർഷത്തിനു ശേഷം ഭൂരിഭാഗം UK വോട്ടർമാരും ബ്രെക്സിറ്റ് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെയും ജീവിത ചെലവിനെയും ദോഷകരമായി ബാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. പങ്കെടുത്തവരിൽ 75% പേരും EUയുമായി കൂടുതൽ അടുത്ത ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്. മുൻപ് ബ്രെക്സിറ്റിനായി വോട്ട് ചെയ്തവരിൽ 57% പേർ ഉൾപ്പെടെ മൊത്തം 63% ബ്രിട്ടീഷ് വോട്ടർമാരും അടുത്ത വ്യാപാര ബന്ധങ്ങൾക്ക് പകരമായി യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് UKയിൽ വരാനും പോകാനുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നൽകാൻ ഇപ്പോൾ തയ്യാറാണ്. ബ്രെക്സിറ്റ് നടന്ന് ഒരു ദശാബ്ദത്തിനു ശേഷം UKയിലും യൂറോപ്യൻ യൂണിയനിലും ഇരുവിഭാഗവും തമ്മിൽ കൂടുതൽ അടുത്ത ഭൗമരാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ശക്തമായ താല്പര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. ഹൗസിംഗ് വിപണിക്ക് മേൽ കർശന നിബന്ധനയുമായി കെയർ സ്റ്റാമർ. വീട് വിൽക്കുന്നവർ മെച്ചപ്പെട്ട ഓഫർ ലഭിച്ചാൽ നേരത്തെ ഉറപ്പിച്ച കസ്റ്റമറെ ഒഴിവാക്കുന്ന രീതിക്ക് ഇനി തടയിടും. വാങ്ങാനെത്തുന്നവർക്കും സമാനമായ ട്രിക്ക് പ്രയോഗിക്കുന്നതിന്റെ വിലക്ക് വരും. പ്രോപ്പർട്ടി വില കുറയ്ക്കുകയും ലാഭകരമായ ഡീൽ കിട്ടുകയും ചെയ്താൽ മുൻപ് നോക്കിയ വീട് വേണ്ടെന്ന് വെക്കുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ആന്റി ബെൻഹാം ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ പാർട്ടിയിലെ ഇടതിനെ തൃപ്തിപ്പെടുത്താനാണ് ഈ നീക്കമെന്നാണ് അനുമാനം. വീട് വിൽപ്പന വേഗത്തിലും സങ്കീർണതകൾ ഇല്ലാതെയും നടത്താനാണ് മാറ്റങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട് വിൽക്കുന്നവരും വാങ്ങുന്നവരും തമ്മിൽ ഓഫർ സ്വീകരിച്ചാൽ നിയമപരമായ കരാറിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെടുന്നതാണ് നിയമനിർമ്മാണം. ന്യായമായ കാരണങ്ങളില്ലാതെ പിൻവാങ്ങിയാൽ ഫൈൻ നൽകേണ്ടി വരും. കാലഹരണപ്പെട്ട രീതി മാറ്റി ആധുനിക രീതിക്ക് അനുയോജ്യമായ തരത്തിലേക്ക് വീട് വിൽപ്പനയെ മാറ്റാനാണ് പരിഷ്കാരങ്ങളെന്നും കെയർ സ്റ്റാമർ വ്യക്തമാക്കി. ഈ മാറ്റങ്ങളിലൂടെ വിൽപ്പന നടക്കാൻ 4 ആഴ്ചയിലേറെ വേണ്ടിവരുന്ന രീതി ഒഴിവാക്കണമെന്നാണ് ഗവൺമെന്റിന്റെ കണക്കുകൂട്ടൽ. ബ്രിട്ടനിൽ നട്ടെല്ല് സംബന്ധമായ ചികിത്സയ്ക്കായി M6C കൃത്രിമ ഡിസ്ക് ഇംപ്ലാന്റ് ഘടിപ്പിച്ച ആയിരക്കണക്കിന് രോഗികൾക്ക് വീണ്ടും സങ്കീർണ ശസ്ത്രക്രിയകൾ വേണ്ടി വന്നേക്കാമെന്ന ആശങ്ക. അസ്ഥികൾ ക്രമേണ നശിക്കുന്ന ഗുരുതര പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ഇംപ്ലാന്റിന്റെ ഉപയോഗം NHS നിരോധിക്കുകയും നിർമ്മാതാക്കളായ ഓർത്തോഫിക്സ് 2025 ഉൽപ്പന്നം വിപണിയിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഇംപ്ലാന്റ് ഘടിപ്പിച്ച നിരവധി രോഗികളുടെ അസ്ഥിക്ഷയം, അണുബാധ, ഗുരുതര വേദന തുടങ്ങിയ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് ഇംപ്ലാന്റ് നീക്കം ചെയ്യുന്നതിനും നട്ടെല്ലിലെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുമായി വീണ്ടും വലിയ ശസ്ത്രക്രിയകൾ നടത്തേണ്ട സാഹചര്യമുണ്ട് എന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഇത്തരം പ്രശ്നങ്ങൾ ബാധിച്ച നിരവധി പേർ ഇതിനകം പരാതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. സുരക്ഷാ ആശങ്കകൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇംപ്ലാന്റ് ഘടിപ്പിച്ച എല്ലാവരും ലക്ഷണങ്ങളില്ലെങ്കിലും പതിവായി സ്കാനിംഗ് പരിശോധനകൾക്ക് വിധേയരാകണമെന്ന് ബ്രിട്ടനിലെ മെഡിക്കൽ റെഗുലേറ്ററി നിർദ്ദേശിച്ചു. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ് എന്നും രോഗികളിൽ നിന്നുമുള്ള പാർശ്വഫലങ്ങളും റിപ്പോർട്ടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ബ്രിട്ടനിലെ പ്രമുഖ ബാങ്കിംഗ് സ്ഥാപനമായ ലോയ്ഡ്സ് ബാങ്കിംഗ് ഗ്രൂപ്പ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 300 സാങ്കേതിക വിദഗ്ധരെ കൂടി നിയമിക്കാൻ ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്ത്. സെപ്റ്റംബറോടെ നിയമന നടപടികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്വയം തീരുമാനമെടുത്ത് പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന ഏജന്റ് AI സാങ്കേതിക വിദ്യയുടെ വികസനത്തിനും ഉപയോഗത്തിനുമായി പുതിയ വിദഗ്ധർ പ്രവർത്തിക്കും. അടുത്ത മാസം പുതിയ നയരൂപീകരണ പദ്ധതികൾ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ബാങ്കിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ ചാർലി നൺ ഈ നിയമന പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുക, ഉപഭോക്തൃ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, മനുഷ്യ വിഭവശേഷി വിഭാഗത്തിലെ രേഖകൾ വിശകലനം ചെയ്യുക തുടങ്ങിയ മേഖലകളിൽ AIയുടെ ഉപയോഗം കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ബാങ്കിന്റെ തീരുമാനം. അതേസമയം AIയുടെ വ്യാപക ഉപയോഗം ഭാവിയിൽ ചില മേഖലകളിലെ തൊഴിൽ അവസരങ്ങളെ ബാധിക്കുമെന്ന ആശങ്കകൾ ഉയരുന്നുണ്ട്. എന്നാൽ പുതിയ സാങ്കേതിക മാറ്റങ്ങളോട് ജീവനക്കാരെ പൊരുത്തപ്പെടുന്നതിനായി പരിശീലനത്തിനും പുനർപരിശീലനത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം AI ഉപയോഗത്തിലൂടെ സ്ഥാപനത്തിന് ഗണ്യമായ സാമ്പത്തിക നേട്ടം ലഭിച്ചിരുന്നുവെന്നും ഈ വർഷം അത് കൂടുതൽ ഉയരുമെന്നാണ് പ്രതീക്ഷയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.
അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ഇറാൻ US അന്തിമ കരാറിനായുള്ള ആദ്യഘട്ട ചർച്ച സ്വിറ്റ്സർലാൻഡിൽ നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സംഘവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അടക്കമുള്ളവരും ചർച്ചകൾക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു. ഇസ്രയേൽ ലെബനിൽ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ബെർഗൻസ്റ്റോക്കിൽ നടക്കേണ്ടിയിരുന്ന അന്തിമ കരാർ ചർച്ചകൾ മാറ്റിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ നീക്കം. കഴിഞ്ഞ ദിവസം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14 ഇന ഇടക്കാല കരാറിനെ ഒരു ശാശ്വത സമാധാന ഉടമ്പടിയാക്കി മാറ്റാനാണ് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും നേതൃത്വം നൽകുന്ന ചർച്ച ലക്ഷ്യമിടുന്നത്. ചർച്ചകൾക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായും സ്വിസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ലെബനിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾക്കകം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ സമാധാന നീക്കങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ലെബനിലെ വെടിനിർത്തൽ US ഇറാൻ ചർച്ചകൾ തുടങ്ങിയതിനുള്ള പ്രധാന വ്യവസ്ഥയാണ്. ശനിയാഴ്ച തെക്കൻ ലെബനിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 5 പേർ കൊല്ലപ്പെട്ടിരുന്നു. നബിത മേഖലയിലെ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ പാർപ്പിട സമുച്ചയങ്ങൾ തകർക്കുകയും പീരങ്കി ആക്രമണം നടത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും 60 ദിവസത്തെ ചർച്ചാ കാലയളവിന് ശേഷം സേവന ഫീസ് ഈടാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 60 ദിവസത്തെ കാലാവധി അവസാനിച്ചതിനു ശേഷം യാതൊരു ടോളും ഉണ്ടാകില്ല എന്നും കരാർ നടപ്പാക്കാതെ പോയാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയ സുരക്ഷാ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി US തന്നെ ഫീസ് ഈടാക്കുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ മുന്നറിയിപ്പ് നൽകി. തെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള ധാരണാപത്രം ഒപ്പുവെച്ചതിന് പിന്നാലെ ഇറാന്റെ മുഖ്യ ചർച്ചാ പ്രതിനിധിയും പാർലമെന്റ് സ്പീക്കറുമായ മുഹമ്മദ് ബാഗർ ഖാലിബ് ഹോർമൂസ് കടലിടുക്ക് യുദ്ധത്തിന് മുമ്പുള്ള സാഹചര്യത്തിലേക്ക് തിരിച്ചു പോകില്ല എന്നും കടലിടുക്കിനുമേൽ ഇറാന് പരമാധികാരമുണ്ട് എന്നും അതിനാൽ അതുവഴി കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും സേവന ഫീസ് ഈടാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ തെക്കൻ ലെബനിൽ ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചുവെന്ന ആരോപണത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതായും ഇറാന്റെ സൈനിക കമാൻഡർ ശനിയാഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൈവരിച്ച നയതന്ത്ര ധാരണയെ തന്നെയാണ് ഇത് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ലെബൻ അടക്കമുള്ള എല്ലാ മേഖലകളിലെയും സൈനിക നടപടികൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന ധാരണാപത്രത്തിലെ ആദ്യ വ്യവസ്ഥ ഇസ്രായേൽ ലംഘിച്ചുവെന്നാണ് ഇറാന്റെ ആരോപണം. തെക്കൻ ലെബനിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ വിസമ്മതിക്കുകയും വ്യോമാക്രമണങ്ങൾ തുടരുകയും ചെയ്യുന്നത് കരാറിന്റെ നഗ്നമായ ലംഘനമാണ് എന്നും തെഹ്റാൻ ആരോപിച്ചു. അതേസമയം ഉപരോധം നിലവിലില്ലെന്ന നിലപാടാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്വീകരിച്ചത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം നിരീക്ഷണത്തോടെയാണ് എങ്കിലും തുടരുകയാണെന്നും ഇറാന്റെ പ്രഖ്യാപന ദിനത്തിൽ മാത്രം 55 ചരക്ക് കപ്പലുകൾ വിജയകരമായി കടലിടുക്ക് കടന്ന് 1.7 കോടി ബാരലിലധികം എണ്ണ അന്താരാഷ്ട്ര വിപണികളിൽ എത്തിച്ചതായും സെൻകോം അറിയിച്ചു. രണ്ടാം ലോക യുദ്ധകാലത്തെ കൂട്ടക്കൊലകളെ ചൊല്ലി സഖ്യകക്ഷികളായ പോളണ്ടും ഉക്രൈനും തമ്മിലുള്ള നയതന്ത്ര തർക്കം രൂക്ഷമാകുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് നൽകിയ പോളണ്ടിലെ പരമോന്നത ബഹുമതി പിൻവലിച്ചതിൽ പ്രതിഷേധിച്ച് ഉക്രൈനിലെ പ്രമുഖ ഉദ്യോഗസ്ഥർ തങ്ങൾക്കു ലഭിച്ച പോളിഷ് പുരസ്കാരങ്ങൾ കൂട്ടത്തോടെ തിരികെ നൽകാൻ തീരുമാനം. സെലൻസ്കിയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആന്ദ്രേ സിബിഗ, രഹസ്യാന്വേഷണ വിഭാഗം മേധാവി കിറില്ലോ ബുഡാനോവ, പോളണ്ടിലെ ഉക്രൈൻ സ്ഥാനപതി വാസിൽ ബോത്നർ എന്നിവരാണ് തങ്ങൾക്ക് ലഭിച്ച പോളിഷ് ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 10,000-കണക്കിന് പോളിഷ് വംശജരെ കൂട്ടക്കൊല ചെയ്ത ഉക്രൈനിലെ ഇൻസർജന്റ് ആർമി അതായത് UPA എന്ന ദേശീയവാദി സംഘടനയുടെ പേരിൽ ഉക്രൈൻ ഒരു സൈനിക യൂണിറ്റിന് നൽകിയതാണ് പോളണ്ടിനെ പ്രകോപിപ്പിച്ചത്. സെലൻസ്കിയുടെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് പോളണ്ടിന്റെ തീവ്ര വലതുപക്ഷ പ്രസിഡന്റായ കരോൾ നവ്റോക്കി സെലൻസ്കിക്ക് നൽകിയിരുന്ന രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഓർഡർ ഓഫ് ദി വൈറ്റ് ഈഗിൾ റദ്ദാക്കുകയായിരുന്നു. പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കും ഉക്രൈനും ഇതിനെതിരെ രംഗത്ത് വന്നുവെങ്കിലും തീരുമാനം റദ്ദാക്കാൻ പോളണ്ട് തയ്യാറായിരുന്നില്ല. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.08 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.33 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.34 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.73 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് വീഡിയോ കോൾ വന്നതിൽ അന്വേഷണം തുടങ്ങി. ചോദ്യപേപ്പർ നൽകാമെന്ന വാഗ്ദാനം ചെയ്ത് 30,000 രൂപ ആവശ്യപ്പെട്ട സംഭവത്തിൽ അജ്മീർ സിറ്റി പോലീസാണ് അന്വേഷണം ആരംഭിച്ചത്. മുൻ DAV കോളേജ് സ്റ്റുഡന്റ് യൂണിയൻ പ്രസിഡന്റും ABVP പ്രവർത്തകരുമായ കൃഷ്ണ സിംഗ് താക്കൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. പരാതി പ്രകാരം ഞായറാഴ്ച നീറ്റ് പരീക്ഷ എഴുതാനിരിക്കുന്ന DVAV കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിക്കാണ് അജ്ഞാത നമ്പറിൽ നിന്നും ഫോൺ കോൾ എത്തിയത്. തന്റെ പക്കൽ നീറ്റ് ചോദ്യ പേപ്പറുണ്ടെന്നും പരീക്ഷയ്ക്ക് മുൻപ് ഇത് നൽകാമെന്നുമായിരുന്നു വിളിച്ചയാളുടെ അവകാശവാദം. വിദ്യാർത്ഥി ഇതിന് തെളിവ് ചോദിച്ചപ്പോൾ അജ്ഞാതൻ ഉടൻ തന്നെ വീഡിയോ കോൾ ചെയ്യുകയും
ചോദ്യപേപ്പർ എന്ന് തോന്നിക്കുന്ന രേഖകൾ ക്യാമറയിലൂടെ കാണിക്കുകയും ചെയ്തു. തുടർന്ന് ഇതേ നമ്പറിൽ നിന്നും കൃഷ്ണ സിംഗ് താക്കൂറിനും കോൾ വരികയായിരുന്നു. 30,000 രൂപ നൽകിയാൽ ചോദ്യപേപ്പർ നൽകാമെന്ന് പറഞ്ഞയാൾ പണം കൈമാറുന്നതിനായി ഓൺലൈൻ പേയ്മെന്റ് നമ്പറും പങ്കുവച്ചു. ഈ ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡ് ചെയ്ത വിവരങ്ങൾ താക്കൂർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ ഒരു പ്രത്യേക സംഘത്തെ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതായും അഡീഷണൽ SP ഹിമാൻഷു ജാഗി വ്യക്തമാക്കി. ഫോൺ ചെയ്തയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും വീഡിയോ കോളിലൂടെ കാണിച്ച ചോദ്യപേപ്പറിന്റെ വിശ്വാസ്യത പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ ഇത് ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ പറ്റിച്ച് പണം തട്ടാനുള്ള ഒരു വ്യാജ ശ്രമമാകാനാണ് സാധ്യതയെന്നും പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിൽ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തെ തുടർന്ന് SIT അന്വേഷണം നടക്കുന്നതിനിടെ സംഭാവനയായി ലഭിച്ച 60 കിലോഗ്രാം വെള്ളിക്കട്ടികൾ രേഖകളില്ല എന്ന് കണ്ടെത്തൽ. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ജുവലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന രാംലല്ലയ്ക്ക് സമർപ്പിച്ചവയാണ് ഇവയെന്നാണ് റിപ്പോർട്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് രാംലല്ലയ്ക്ക് ലഭിക്കുന്ന ആഭരണങ്ങളുടെയും മറ്റു മേൽനോട്ട ചുമതലയുള്ള കൃഷ്ണദേവ് തിവാരി ഉൾപ്പെടെ 4 പുരോഹിതന്മാരെ SIT സംഘം ചോദ്യം ചെയ്തു. UP സർക്കാർ രൂപവൽക്കരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് അയോധ്യയിലെ സംഭാവന ക്രമക്കേട്, സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ അന്വേഷിക്കുന്നത്. രാജ്യത്ത് ഉടനീളമുള്ള ജ്വല്ലറികളിൽ നിന്നുള്ള സംഭാവനകൾ ഉപയോഗിച്ചാണ് 60 കിലോഗ്രാം വെള്ളിക്കട്ടികൾ ക്ഷേത്രത്തിന് നൽകിയതെന്നും അസോസിയേഷൻ പ്രസിഡന്റ് അനുരാഗ് റസ്തോഗി പറഞ്ഞു. എന്നാൽ ശിലാസ്ഥാപന ചടങ്ങുകളിലോ പിന്നീടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ഇവ കണ്ടിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. വിമാനയാത്രക്കാർക്ക് ആശ്വാസമായി പുതിയ DGCA നിർദ്ദേശം. ഇനി മുതൽ എല്ലാ വിമാന കമ്പനികളും വൈഫൈ സേവനം നൽകണമെന്നാണ് DGCA നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര യാത്രക്കാർക്ക് വിമാനയാത്രയ്ക്കിടെ ഇന്റർനെറ്റ് ഉപയോഗം ഉറപ്പാക്കണം. 10,000 അടി ഉയരത്തിന് മുകളിലാണ് വൈഫൈ ഉപയോഗം അനുവദിക്കുക. മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ ഫ്ലൈറ്റ് മോഡിൽ ഉപയോഗിക്കണം. സുരക്ഷാ കാരണങ്ങളാൽ വൈഫൈ സേവനം നിർത്താൻ പൈലറ്റിന് അധികാരമുണ്ട്. ഇന്ത്യൻ വ്യോമയാന സേവനങ്ങൾ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടിയുടെ ഭാഗമായാണ് പുതിയ നിർദ്ദേശം. നിലവിൽ 28 എയർ ഇന്ത്യ വിമാനത്തിൽ മാത്രമാണ് സൗകര്യം നൽകുന്നത്. സംസ്ഥാനത്തെ വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തുന്നത് ചർച്ചയില്ലാതെ നടപ്പിലാക്കാനാകില്ല എന്ന നിലപാടിൽ എക്സൈസ് മന്ത്രി M. ലിജു. വിഷയത്തിൽ വിശദമായ ചർച്ചകൾ വേണമെന്ന നിലപാടിലാണ് മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെക്കുറിച്ച് വിവിധ തലങ്ങളിൽ വിശദമായ ചർച്ചകൾ ആവശ്യമാണെന്നും മന്ത്രി. LDF മുന്നോട്ട് വെച്ച മദ്യനയ ശുപാർശകൾ കൃത്യമായ മുൻഗണനകളും പരിശോധനകളും ഇല്ലാതെ പെട്ടെന്ന് നടപ്പിലാക്കില്ല എന്ന് എക്സൈസ് വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനത്തെ ചൊല്ലി UDF-ലും പുറത്തും വിവാദം കത്തിപ്പടരുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബഡ്ജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിച്ചത് എക്സൈസ് മന്ത്രി അറിയാതെയാണ് എന്നാണ് സൂചന. വീര്യം കുറഞ്ഞ കൂടുതൽ മദ്യം എന്ന ആശയം കഴിഞ്ഞ സർക്കാർ തള്ളിയതാണ്. നിയമപരമായ മാറ്റമാണ് എങ്കിലും എക്സൈസ് വകുപ്പാണ് തയ്യാറാക്കേണ്ടത്. ഇക്കാര്യം പാർട്ടിയിൽ ചർച്ചയാകാനാണ് സാധ്യത. വിദേശ മദ്യ ചട്ടങ്ങളിൽ LDF സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് മുഖ്യമന്ത്രി VD സതീശൻ നികുതി ഘടന പ്രഖ്യാപിച്ചത്. കാർഷിക വിളകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിന് നൽകിയ ഇളവിന്റെ മറവിൽ മദ്യ കമ്പനികളെ സഹായിക്കുന്നു എന്നാണ് CPM വിമർശനം. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്ക് മദ്യ കമ്പനികൾ LDF സർക്കാരിനെ സമീപിച്ചുവെങ്കിലും നികുതി വരുമാനം ഇടിയുമെന്ന് പറഞ്ഞ് ധനവകുപ്പ് തള്ളിയിരുന്നു. CMRL എക്സാലോജിക്കൽ ED അന്വേഷണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും ED സമൻസ്. ഈ മാസം 29-ന് ഹാജരാകണം. പരിശോധനകളിൽ SFIO രേഖകൾ ഇനിയും EDക്ക് ലഭിച്ചിട്ടില്ല. കോടതി അനുവദിച്ച 10 ദിവസത്തെ സമയം കഴിഞ്ഞു. ബുധനാഴ്ചയായിരുന്നു അവസാന തീയതി. രേഖകൾക്കായി SFIO അന്വേഷണ സംഘവുമായി ED ചർച്ച നടത്തും. 134 രേഖകളാണ് ലഭിക്കേണ്ടത്. രേഖകൾ ലഭിച്ച ശേഷം മാത്രമേ വീണയെ വീണ്ടും വിളിപ്പിക്കുന്നതിൽ തീയതി തീരുമാനിക്കൂ എന്നായിരുന്നു റിപ്പോർട്ടുകൾ. താൽക്കാലിക കണ്ടുകെട്ടലിന്റെ തെളിവുകൾ സമാഹരണമാണ് എന്ന നിലവിൽ ED നടത്തുന്നത്. 242 അക്കൗണ്ടുകളിലായി 18 കോടി രൂപ മരവിപ്പിച്ചിരുന്നു. ഇതിൽ വീണയുടെ 2 അക്കൗണ്ടും എക്സാലോജിക്കിന്റെ 1 അക്കൗണ്ടും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ച EDക്ക് CMLR-മായി ഇടപാടിന്റെ രേഖകൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് സൂചന. ഏതെങ്കിലും സുപ്രധാന രേഖകൾ വീണ അന്വേഷണ ഏജൻസിയിൽ നിന്നും മറച്ചിട്ടുണ്ടോ എന്നറിയാനായിരുന്നു തിരുവനന്തപുരത്തെ HDFC ബാങ്ക് ശാഖയിൽ ലോക്കർ തുറന്നത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. രഞ്ജിത്ത് കുറ്റക്കാരനാണെന്നും ഇയാൾക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്നുമാണ് കണ്ടെത്തൽ. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. രഞ്ജിത്തിനെതിരെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ട് എന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കി.
കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിച്ചത്. ഫോർട്ട് കൊച്ചിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിലായിരുന്നു പോലീസ് കേസെടുത്തത്. സിനിമയിൽ കൂടുതൽ പ്രാധാന്യമുള്ള റോൾ നൽകാമെന്ന് പറഞ്ഞ് കാരവാനിലേക്ക് വിളിച്ചു വരുത്തിയ രഞ്ജിത്ത് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി. കേസിൽ ഡിജിറ്റൽ തെളിവുകളടക്കം നേരത്തെ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചിരുന്നു. സംഭവം നടന്നതായി അഭിനേത്രി ആരോപിച്ച കാരവാൻ പോലീസ് പിടിച്ചെടുത്ത് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇനി സ്പോർട്സ്. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ തകർത്ത് ജപ്പാൻ. എതിരില്ലാത്ത 4 ഗോളുകൾക്കായിരുന്നു ജപ്പാന്റെ ജയം. അയാസെ ഉഡയുടെ ഇരട്ട ഗോളുകളും ഡെസിയെ കമാൻഡ, ജുനിയ ഇറ്റോ എന്നിവയുടെ ഓരോ ഗോളുകളുമാണ് ജപ്പാന് വൻ ജയമൊരുക്കിയത്. ലോകകപ്പിൽ അവരുടെ ആദ്യ ജയം കൂടിയാണ് ഇത്. ആദ്യ മത്സരത്തിൽ ജപ്പാൻ നെതർലാൻഡ്സുമായി 2-2 സമനിലയിൽ പിരിഞ്ഞിരുന്നു. ഗ്രൂപ്പിൽ നിലവിൽ ഡച്ചിന് പിന്നിൽ 2ാം സ്ഥാനത്താണ് ജപ്പാൻ. അവസാന മത്സരത്തിൽ സ്വീഡനാണ് ജപ്പാന്റെ എതിരാളി. ടുണീഷ്യ പുറത്തേക്ക് മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ ജപ്പാൻ 4ാം മിനിറ്റിൽ തന്നെ ഗോൾ അടിച്ചു തുടങ്ങി. ഇടത് വിങ്ങിൽ നിന്നും നകാമുറ ബോക്സിലേക്ക് നൽകിയ ക്രോസ് കമാൻഡ് വലയിലാക്കിയിരുന്നു. കമാൻഡയുടെ ദേഹത്ത് തട്ടി വലയിലാവുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 31ാം മിനിറ്റിൽ 2ാം ഗോൾ. ബോക്സിന് പുറത്തു നിന്നും ഫെയനുദർ സ്ട്രൈക്കേഴ്സ് ഉഡേയ് തൊടുത്തുവിട്ട ഗ്രൗണ്ട് ഷോട്ട് പ്രതിരോധ താരത്തിന്റെ കാലുകൾക്കിടയിലൂടെ കടന്നുപോയി വലയിൽ തുളച്ചുകയറി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ജപ്പാൻ 2-0 മുന്നിലായി. 69ാം മിനിറ്റിൽ 3ാം ഗോളും പിറന്നു. ജപ്പാൻ അവരുടെ പതുക്കെ കളിച്ച് പെട്ടെന്ന് ആക്രമിക്കുന്ന ശൈലി വളരെ കൃത്യമായി നടപ്പിലാക്കുന്നു. പ്രതിരോധ നിലയിൽ പന്ത് കൈവശം വെച്ചതിനു ശേഷം മധ്യനിരയിലേക്ക് ഇറങ്ങി വന്ന ഉയയുടെ കാലുകളിലേക്ക് പന്ത് അതിവേഗം നൽകുന്നു. 1 ടച്ച് ഫിക്കിലൂടെ അദ്ദേഹം പന്ത് ഇറ്റോയിലേക്കും കൈമാറി. പ്രതിരോധത്തെ നോക്കുകുത്തിയാക്കി ഇറ്റോ ഗോൾ നേടി. 83ാം മിനിറ്റിൽ 4ാം ഗോളും ജപ്പാൻ നേടി. ഇത്തവണ ഉയയുടെ ഹെഡറാണ് ഗോൾ അവസാനിച്ചത്. സ്കോർ 4-0. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ വ്യക്തിഗത നികുതി ബിൽ പരസ്യമായി പ്രസിദ്ധീകരിക്കാനുള്ള ചരിത്രപരമായ തീരുമാനവുമായി ചാൾസ് രാജാവ്. ഒരു രാഷ്ട്രതലവൻ വ്യക്തിഗത നികുതി ബില്ല് പ്രസിദ്ധീകരിക്കുന്നത് UK ചരിത്രത്തിൽ ആദ്യം. നികുതി ബിൽ പരസ്യമാക്കുന്നതിലൂടെ രാജകുടുംബത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയും ജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കുക എന്നതാണ് ബക്കിംഗ്ഹാം കൊട്ടാരം ലക്ഷ്യമിടുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള രാജാവിന്റെ മൊത്തം വ്യക്തിഗത നികുതി വിവരങ്ങളാണ് ആദ്യമായി പുറത്തുവിടുന്നത്. UK വീണ്ടും യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്ന നിലപാട് ശക്തമാകുന്നു. യൂറോപ്യൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് നടത്തിയ പുതിയ സർവേയിൽ യൂറോപ്യൻ യൂണിയൻ പൗരന്മാരിൽ 2 പേരും UK വീണ്ടും EUയിൽ ചേരുന്നത് പിന്തുണയ്ക്കുന്നു. UK വീണ്ടും EUയിൽ ചേരുന്നതിന് ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ 59% പേരും നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ നിന്നുമുള്ള 75% പേരും പിന്തുണയ്ക്കുന്നു. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ജീവിത ചെലവിനെയും ബ്രെക്സിറ്റ് ദോഷകരമായി ബാധിച്ചു എന്ന് ഭൂരിഭാഗം UK വോട്ടർമാർ വിശ്വസിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്നും 60 ദിവസത്തെ ചർച്ചാ കാലയളവിന് ശേഷം സേവന ഫീസ് ഈടാക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനത്തിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 60 ദിവസത്തെ കാലാവധി അവസാനിച്ചതിനു ശേഷം യാതൊരു ടോളും ഉണ്ടാകില്ല എന്നും കരാർ നടപ്പാക്കാതെ പോയാൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകിയ സുരക്ഷാ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി US തന്നെ ഫീസ് ഈടാക്കുമെന്നും ട്രംപിന്റെ വക മുന്നറിയിപ്പ്. അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം ഇറാൻ US അന്തിമ കരാറിനായുള്ള ആദ്യഘട്ട ചർച്ച സ്വിറ്റ്സർലൻഡിൽ നടക്കും. ചർച്ചകൾക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സംഘവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി അടക്കമുള്ളവരും സ്വിറ്റ്സർലൻഡിലേക്ക് തിരിച്ചു. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ച 14 ഇന ഇടക്കാല കരാറിനെ ഒരു ശാശ്വത സമാധാന ഉടമ്പടിയാക്കി മാറ്റാനാണ് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാൻ വിദേശകാര്യമന്ത്രിയും ലക്ഷ്യമിടുന്നത്. 2ാം ലോക യുദ്ധകാലത്തെ കൂട്ടക്കൊലകളെ ചൊല്ലി സഖ്യകക്ഷികളായ പോളണ്ടും ഉക്രൈനും തമ്മിലുള്ള നയതന്ത്ര തർക്കം രൂക്ഷമാകുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് നൽകിയ പോളണ്ടിന്റെ പരമോന്നത ബഹുമതി പിൻവലിച്ചത് പ്രതിഷേധിച്ച് ഉക്രൈനിലെ പ്രമുഖ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ലഭിച്ച പോളിഷ് പുരസ്കാരങ്ങൾ കൂട്ടത്തോടെ തിരികെ നൽകും. ഉക്രൈൻ വിദേശകാര്യമന്ത്രി ആന്ദ്രേ സിബിക, രഹസ്യാന്വേഷണ വിഭാഗം മേധാവി കിറില്ലോ ബുഡ്നാവോ, പോളണ്ടിലെ ഉക്രൈൻ സ്ഥാനപതി വാസിൽ ബോദ്നർ എന്നിവരാണ് തങ്ങൾക്ക് ലഭിച്ച പോളിഷ് ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരങ്ങൾ തിരികെ നൽകുമെന്ന് പ്രഖ്യാപിച്ചത്. നീറ്റ് പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത വിദ്യാർത്ഥികൾക്ക് വീഡിയോ കോൾ വന്നതിൽ അന്വേഷണം തുടങ്ങി. ചോദ്യപേപ്പർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 30,000 രൂപ ആവശ്യപ്പെട്ട സംഭവത്തിൽ അജ്മീർ സിറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് നടപടി മുൻ DAV കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റും ABVP പ്രവർത്തകനുമായ കൃഷ്ണ സിംഗ് താക്കൂർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സംഘത്തെ കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയതായും അഡീഷണൽ SP. അയോധ്യ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ ക്രമക്കേട് നടന്നു എന്ന ആരോപണത്തെ തുടർന്ന് SIT അന്വേഷണം നടക്കുന്നതിനിടെ സംഭാവനയായി ലഭിച്ച 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ രേഖകളില്ല എന്ന് കണ്ടെത്തൽ. കാണാതായത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ ജുവലേഴ്സ് അസോസിയേഷൻ സംഘടന രാംലല്ലയ്ക്ക് സമർപ്പിച്ച
സംഭവവുമായി ബന്ധപ്പെട്ട് രാംലല്ലയ്ക്ക് ലഭിക്കുന്ന ആഭരണങ്ങളുടെ മേൽനോട്ട് ചുമതലയുള്ള കൃഷ്ണദേവ് തിവാരി ഉൾപ്പെടെ 4 പുരോഹിതന്മാരെ SIT സംഘം ചോദ്യം ചെയ്തു. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തുന്നത് ചർച്ചയില്ലാതെ നടപ്പിലാക്കാനാവില്ല എന്ന നിലപാടിൽ ഉറച്ച എക്സൈസ് മന്ത്രി M. ലിജു. വിഷയത്തിൽ വിശദമായ ചർച്ചകൾ വേണമെന്ന നിലപാടിൽ മന്ത്രി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിപണനം സമൂഹത്തിൽ ഉണ്ടാവുന്ന സ്വാധീനത്തെക്കുറിച്ച് വിവിധ തലങ്ങളിൽ വിശദമായ ചർച്ചകൾ ആവശ്യമാണെന്നും മന്ത്രി. LDF മുന്നോട്ട് വെച്ച മദ്യനയ ശുപാർശകൾ കൃത്യമായ മുൻഗണനകളും പരിശോധനകളും ഇല്ലാതെ പെട്ടെന്ന് നടപ്പിലാക്കാനാകില്ല എന്നും എക്സൈസ് വകുപ്പ്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. രഞ്ജിത്ത് കുറ്റക്കാരനാണെന്നും ഇയാൾക്കെതിരെ തെളിവുകൾ ഉണ്ട് എന്നും അന്വേഷണ സംഘം. കുറ്റപത്രം സമർപ്പിച്ചത് എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ. രഞ്ജിത്തിനെതിരെ സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളുമുണ്ട് എന്ന് കുറ്റപത്രത്തിൽ വിശദീകരിക്കുന്നു. സിനിമയിൽ കൂടുതൽ പ്രാധാന്യമുള്ള റോളുകൾ നൽകാമെന്ന് പറഞ്ഞ് കാരവാനിലേക്ക് വിളിച്ചു വരുത്തി രഞ്ജിത്ത് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.